ഗായ്സ് വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഓട്ടോകോയിഡ്സ് ആണ്. സോ ബേസിക്കലി എന്തൊക്കെയാണ് ഓട്ടോകോയിഡ്സ് നോക്കാം. ഓട്ടോകോയിഡ്സ് മൂന്ന് തരത്തിലാണ്: പ്രോസ്റ്റഗ്ലാൻഡിൻ, ലൂക്കോട്രൈൻ, ഹിസ്റ്റാമിൻ. സോ ബേസിക്കലി പ്രോസ്റ്റഗ്ലാൻഡിൻ എന്ന് വെച്ചാൽ ഹോർമോൺ ലൈക്ക് കോമ്പൗണ്ട് ആണ്. നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ, പെയിന്, ബ്ലഡ് ഫ്ലോ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്? പ്രോസ്റ്റഗ്ലാൻഡിൻസ് ആണ്. നല്ല പേരല്ലേ പ്രോസ്റ്റഗ്ലാൻഡിൻ. നെക്സ്റ്റ് വൺ ഇസ് ലൂക്കോട്രൈൻസ് ആണ്. സോ ഇവർ പൊട്ടൻ പ്രോ ഇൻഫ്ലമേറ്ററി മെഡിറ്റേഴ്സ് ആണ്. സോ നമ്മുടെ ബോഡിയിൽ അലർജിക് റിയാക്ഷൻ, ആസ്മയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് ലൂക്കോട്രൈൻസുമായി ബന്ധപ്പെട്ടാണ്. നെക്സ്റ്റ് വൺ ഇസ് ഹിസ്റ്റാമിൻസ് ആണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ആന്റി ഹിസ്റ്റാമൈൻസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. നമ്മുടെ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ, ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ, അലർജിക് റിയാക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഹിസ്റ്റാമൈൻസ് ആണ്. സോ പ്രോസ്റ്റഗ്ലാൻഡിൻ, ലൂക്കോട്രൈൻസ് ആൻഡ് ഹിസ്റ്റാമിൻസ് ആണ്. സോ ഇറ്റ്സ് വെരി ഈസി, വലിയ സംഭവമൊന്നുമല്ല. സോ നെക്സ്റ്റ് വൺ ഇസ് ഹിസ്റ്റാമിൻസ് ആണ്. സോ ബേസിക്കലി ഹിസ്റ്റാമിൻസ് എന്താണ്? സോ ഒരു കെമിക്കലാണ്, നമ്മുടെ ബോഡിയിൽ കാണുന്ന സാധനം തന്നെയാണ്. നമ്മൾ തുമ്മുമ്പോഴും നമുക്ക് അലർജി റിയാക്ഷൻ വരുമ്പോഴും കാണുന്ന ഒരാൾ ഹിസ്റ്റാമിൻസ് ആണ്. സോ അലർജിക് റെസ്പോൺസ് ആണ്. നമ്മളെ ബോഡിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ പുറത്തുനിന്നൊക്കെ അകത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമുക്കത് ഹാംഫുൾ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ ബോഡിയിൽ അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്ന ആളാണ് ആര്? ഹിസ്റ്റാമിൻസ് എന്ന് വെച്ചാൽ. അപ്പം ഹിസ്റ്റാമിൻസ് അലർജിക് റിയാക്ഷൻ, വാസോ ഡൈലേഷൻ അല്ലെങ്കിൽ അലേർട്ട്നെസ് ഒക്കെ കൊടുക്കുന്നവരാണ് ഹിസ്റ്റാമിൻസ് ആണ് കേട്ടോ. സോ ഫിസിയോളജിക്കൽ റോൾസ് പറയാൻ പോകുന്നത്. ചില സമയത്ത് എൻ്റെ നാവിൽ വെള്ളി വരുന്നുണ്ട് ഗൈസ്. സോ ഫിസിയോളജിക്കൽ റോൾ പറയുവാണെങ്കിൽ ദ ഫസ്റ്റ് വൺ ഈസ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ആണ്. സോ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനിൽ എങ്ങനെയാണ്? ഹിസ്റ്റാമിൻസ് ആണെങ്കിൽ നമ്മുടെ പാരാറ്റൽ സെൽസിലെ, നമ്മുടെ സ്റ്റൊമക്കിനകത്ത് പാരാറ്റൽ സെൽസ് ഉണ്ട്. ഈ പാരാറ്റൽ സെൽസിനെ കയറി സ്റ്റിമുലേറ്റ് ചെയ്യും, തോണ്ടും കേട്ടോ. തോണ്ടി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് ആസിഡ്സ് ഉണ്ടാകുകയും അങ്ങനെ നമുക്ക് ഫുഡ് ഡൈജസ്റ്റ് ആവുകയും ചെയ്യുന്നു. രണ്ട് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻസ് ആണ്. നമ്മളെ ബ്രോങ്കിൽ സ്മൂത്ത് മസിലിനെ കൺട്രാക്ട് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെയാണ് നമുക്ക് ആസ്മ വരുന്നത്. സോ ഇത് നമുക്ക് അത്ര ഒരു സുഖമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ എന്നാൽ തന്നെയും ബ്രോങ്കിൽ സ്മൂത്ത് മസിലിനെ കയറി കോൺട്രാക്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഹിസ്റ്റാമിൻസ് ആണ്. പിന്നെ അലർജിക് റെസ്പോൺസിന് ഓൾറെഡി പറഞ്ഞു, മാസ്റ്റ് സെൽസിനെ റിലീസ് ചെയ്തുകൊണ്ട് അലർജൻസ് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്ത് ചൊറിച്ചിലും തടിച്ചിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നത് ഈ ഹിസ്റ്റാമിൻസ് ആണ്. ഇനി വാസോ ഡൈലേഷൻ ആണ്. സോ ബേസിക്കലി ബ്ലഡ് വെസൽസുകൾ ഡൈലേറ്റ് ആകാൻ കാരണമാകുന്നത് ഹിസ്റ്റാമിൻസ് ആണ്. സോ ബ്ലഡ് ഫ്ലോയും അല്ലെങ്കിൽ ടിഷ്യൂ പെർഫ്യൂഷനും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ വീക്ക്ഫുൾനെസ് ആൻഡ് അലേർട്ട്നെസ് ആണ്. നമ്മൾ ഇപ്പം അയ്യോ വയ്യ എന്ന് പറഞ്ഞ പൊത്തോന്നൊക്കെ പറഞ്ഞിരിക്കത്തില്ലായോ, അതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ ഇവരൊക്കെയാണ്. നമ്മുടെ മെമ്മറിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഹിസ്റ്റാമിൻസ് ആണ്. സോ ആന്റി ഹിസ്റ്റാമിൻസ് നമുക്ക് ഇതിന് അഗെയിൻസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ആന്റി ഹിസ്റ്റാമിൻസ് എന്ന് പറഞ്ഞാൽ. സോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അമൈ ഡെറൈവ്സ് ഉണ്ട്, ഹിസ്റ്റാമിൻ ആൻഡ് സെറോട്ടോണിൻ ആണ്. പെപ്റ്റിഡ് ഡെറിവേറ്റ്സ് ഉണ്ട്, ആൻജിയോടെൻസിൻ, ബ്രാഡിക്കിൻ ആണ്. ലിപ്പിഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, പ്രോസ്റ്റഗ്ലാൻഡിൻ, ലൂക്കോട്രൈൻസ് ഒക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത് കേട്ടോ. സോ നമ്മുടെ റെഫറൻസ് നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷൻ കൂടെ നിങ്ങൾ നോക്കുക, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഹേ ഫീവറിന് കൊടുക്കാറുണ്ട്. സോ സ്നീസിങ്, റണ്ണിങ്, നോസ്, ഇച്ചി ഐസ് ഒക്കെയാണ് സിംറ്റംസ്. പിന്നെ ഹൈവ്സ്, നമ്മുടെ ബോഡിയിലുള്ള സ്കിന്നായിട്ടുള്ള ഇച്ചി റാഷസ് ഇല്ല, അതിനെ കൊടുക്കാറുണ്ട്. അലർജിക് കൺജക്റ്റിവൈറ്റിസ്, ഐ സിംറ്റംസ്, റെഡ്നെസ് ഒക്കെ, നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നൊക്കെ ഇരിക്കില്ല, നമ്മൾ കൊടുക്കാറുണ്ട്. ആൻഡ് അലർജിക് റൈനൈറ്റിസിന് നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ അഡീഷണൽ യൂസ് ഓഫ് ആന്റി ഹിസ്റ്റമിൻ പറഞ്ഞെങ്കിൽ അനാഫൈലാക്സിസ്, അതായത് നമുക്ക് എമർജൻസി ആയിട്ട് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതിരി നമുക്ക് അലർജിക് റിയാക്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ആന്റി ഹിസ്റ്റമിൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ മോഷൻ സിക്നസിന് കൊടുക്കാറുണ്ട്. ഇൻസോമിന്, ഉറക്കമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഉറങ്ങുന്നില്ലെങ്കിൽ നാളെ മുതൽ ആന്റി ഹിസ്റ്റമിൻ പറക്കി തിന്നോ എന്നല്ല, ആന്റി ഹിസ്റ്റമിൻസ് കൊടുത്ത് ഉറക്കമൊക്കെ വരും കേട്ടോ. സോ അഡ്വേഴ്സ് എഫക്ട് ഉണ്ട്, ഡ്രൗസേഴ്സ് ഉണ്ടാവും, ഡ്രൈ മൗത്ത്, നമുക്ക് കാഴ്ചയൊന്നും അത്ര വലിയ ക്ലിയർ ആയിട്ട് കാണില്ല, അന്തര പോലെ ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാവും. സോ ഡ്രൗസ്നെസ്, ഡ്രൈ മൗത്ത്, ബ്ലഡ് വിഷൻ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് സെറോട്ടോണിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണ്. 5-HT ആന്റഗോണിസ്റ്റ് എന്ന് പറയും. എന്താണ് 5-HT ആന്റഗോണിസ്റ്റ്? സെറോട്ടോണിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണ്. സോ ബേസിക്കലി ഇവരെ സെറോട്ടോണിൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് എന്ന് പറയാറുണ്ട്. സോ ബേസിക്കലി സെറോട്ടോണിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അറിയാതെ ആരും ഇല്ലല്ലോ. സോ ഇവരെന്ത് ചെയ്യുന്നു? സെറോട്ടോണിനെ കയറി ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടാവുക. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. സോ സെറോട്ടോണിൻ എന്ന് വെച്ചാൽ നമ്മുടെ മൂഡ് റെഗുലേഷൻ അല്ലേ, നമ്മുടെ മൂഡൊക്കെ ഞാൻ എന്തോ നല്ല മൂഡല്ല എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ നമുക്ക് സെറോട്ടോണിൻ ലെവൽ എന്തൊക്കെയോ ഫ്ലക്ച്വേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിശപ്പും എത്ര ആഹാരം കഴിക്കുന്നു എന്നുള്ളതും സെറോട്ടോണിനുമായി ബന്ധപ്പെട്ടിരിക്കും. നമ്മൾ ഉറക്കം നമ്മുടെ സെറോട്ടോണിനാണ്. ആൻഡ് പെയിൻ പെർസെപ്ഷൻ, നമുക്ക് എത്രത്തോളം വേദന വരുന്നു എന്നുള്ള കാര്യങ്ങളായി, നമുക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും സെറോട്ടോണിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ബ്ലഡ് ഫ്ലോ, ബ്ലഡ് പ്രഷർ ഒക്കെ സെറോട്ടോണിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഏകദേശം എല്ലാ കാര്യം സെറോട്ടോണിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ 5-HT ആന്റഗോണിസ്റ്റുകൾ കൊടുക്കുവാണെങ്കിൽ നൗസിയ, വോമിറ്റിംഗ് ഉണ്ടാകും, ന്യൂറോളജിക്കൽ എഫക്റ്റുകൾ, ഡിസിനസ് ഒക്കെ ഉണ്ടാക്കും, ഹെഡ് ഏക്ക് ഉണ്ടാക്കും, ആൻഡ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ. ചില ആൾക്കാരിൽ, ചില പേഷ്യൻസിൽ ചില സമയത്ത് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ ഇത് ബേസിക് നമ്മൾ ആദ്യമേ ക്ലാസിഫിക്കേഷൻ പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. ഇവിടെ നമ്മൾ ഓൾറെഡി ആദ്യമേ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ അതുകൊണ്ട്
വേറെ നിങ്ങൾക്ക് മനസ്സിലാവായിക ഒന്നുമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കപ്പെടുന്നു. സോ നെക്സ്റ്റ് വൺ ഇസ് പ്രോസ്റ്റോഗ്ലാൻഡിൻ ആണ്, ലിപ്പിഡ് ഓട്ടോകോയിഡ്സ് ആണ്. സോ ബേസിക്കലി പ്രോസ്റ്റോഗ്ലാൻഡിൻ നാച്ചുറൽ PGs ഉണ്ട്. സോ PG2, PGF2 ആൽഫ, PGE1 ഒക്കെ ഉണ്ട്. പിന്നെ പ്രോസ്റ്റോഗ്ലാൻഡിൻ അനലോഗുകളും ഉണ്ട്. സോ അവിടെയാണ് 1,5 മീഥൈൽ PGF2 ആൽഫയും മീഥൈൽ PGE1 എസ്റ്റേഴ്സും ഒക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ടുണ്ട്, നോക്കിക്കോളാം. സോ റെഫറൻസും കൂടെ നോക്കാം. സോ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ, നമ്മുടെ ബോഡിയിലെ പെയിന് ഇൻഫ്ലമേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബ്ലഡ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. സ്റ്റൊമക് പ്രൊട്ടക്ഷൻ, നമുക്ക് സ്റ്റൊമക് ആസിഡ് കാരണം ഡാമേജ് ഒക്കെ ഇല്ല, അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ലേബർ റെഗുലേഷൻ, നമുക്ക് പ്രഗ്നൻസി സമയത്തും ലേബർ സമയത്തും നമുക്ക് റെഗുലേറ്റ് യൂട്രൈൻ കൺട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്, പ്രോസ്റ്റോഗ്ലാൻഡിൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഫെർട്ടിലിറ്റി റെഗുലേഷൻ, അതായത് നമുക്ക് ഫെർട്ടിലിറ്റി ഇപ്പം ഓൾറെഡി അറിയാമല്ലോ, എഗ് റിലീസ് ചെയ്യാൻ വേണ്ടി, യൂട്രസിന് എഗ് റിലീസ് ചെയ്യാൻ വേണ്ടിയും പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്, പ്രോസ്റ്റോഗ്ലാൻഡിൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. കാര്യം ഓട്ടോകോയിഡ്സ് മേ ബി ഓട്ടോകോയിഡ്സ് തന്നെ ചോദിക്കാം. പിന്നെ അത് മാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഓട്ടോകോയിഡ്സ് എന്നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും പഠിക്കാൻ എളുപ്പമുള്ളതാണ്. പ്രീവിയസ് വീഡിയോ കിടപ്പുണ്ട്, അപ്പോൾ നമ്മളത് ന്യൂ വീഡിയോസ് ആയിരിക്കും. സോ രണ്ട് നിങ്ങൾ കണ്ടാലും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇടണം. താങ്ക് യു.